അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വരാനിരിക്കുന്ന ഭാവിയെ തീരുമാനിക്കുന്ന, കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന ബറാത്ത് രാവിനെ കുറിച്ച്, ലൈലത്തുൽ ബറാഅയെ കുറിച്ചാണ്. അതിന്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇസ്തിഗ്ഫാർ. അതിമനോഹരമായ രാത്രിയാണ്. വരാനിരിക്കുന്ന പരിശുദ്ധമായ റമളാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ആത്മീയതയുടെ ഒരു തെളിനീരുറവ സമ്മാനിക്കുന്ന ലൈലത്തുൽ ബറാഅ. ഈ ലൈലത്തുൽ ബറാഅയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, അതുമായി ബന്ധപ്പെട്ട സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര യാസീനാണ് ഓതേണ്ടത്, ഓരോ യാസീന്റെയും നിയ്യത്തുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അൽ അഅ്മാലുൽ മുസ്തഹബ്ബത്തു ഫീ ലൈലത്തുൽ ബറാഅ. ബറാഅത്ത് രാവിലെ അല്ലെങ്കിൽ ആ ബറാഅത്ത് രാവിന്റെ പകലിൽ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഒന്നാമത്തെ കാര്യം അസ്സിയാമു, നോമ്പാണ്. ബറാത്തിന്റെ അന്നത്തെ നോമ്പ് എങ്ങനെയാണ്? സിയാമു യൗമിൽ ഖാമിസ് അശറ മിൻ ശഹ്രി ശഅബാൻ. ശഅബാൻ മാസത്തിന്റെ 15ന്റെ പകലിൽ ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചാൽ ഒരുപാട് പ്രതിഫലമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഒരു നോമ്പാണ് ശഅബാനിന്റെ 15ന്റെ നോമ്പ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, എന്തിനാണ് നിങ്ങൾ ഈ ശഅബാൻ മാസമാകുമ്പോൾ കുറേ നോമ്പ് അനുഷ്ഠിക്കുന്നത്, ഒരുപാട് നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബി ചോദിച്ചതാ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ശഅബാനിലാണ് അള്ളാഹു അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന്റെ വാനലോകത്തേക്ക് ഉയർത്തുന്നത്. ആ സമയത്ത് എനിക്കും നോമ്പുകാരനായിരിക്കണം എന്നായിരുന്നു റസൂലുള്ളാഹി പറഞ്ഞത്. ശഅബാൻ മുഴുവനും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ശഅബാനിന്റെ 15ന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരമാണ്. ഇഹ്യാഉൽ ലൈലി ബിസ്സലാത്തി വദ്ദിക്രി വത്തഹജ്ജുദി. രാത്രി സമയത്ത് നിസ്കാരം കൊണ്ടും ദിക്റുകൾ കൊണ്ടും അതുപോലെ തഹജ്ജുദ് പോലെയുള്ള പ്രത്യേക നിസ്കാരങ്ങളുടെ റക്അത്തുകളുടെ എണ്ണം കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് രണ്ടാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് ഖിയാമുൽ ലൈലാണ്, രാത്രി നിസ്കരിക്കലാണ്. ഇനി മൂന്നാമത്തത് തിലാവത്തുൽ ഖുർആൻ, അൽ-ഇക്സാറു മിൻ ഖിറാഅത്തിൽ ഖുർആനിൽ കരീം. പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. നിസ്കാരം, നോമ്പ്, ദിക്ർ, അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണവും ആ രാത്രി വളരെ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊന്നാണ് അദ്ദുആഉ, التوجه إلى الله بالدعاء الخالص في هذه الليلة المباركة. ബറക്കത്താക്കപ്പെട്ട ബറാഅത്തിന്റെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരമുള്ള രാത്രിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കടമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, അയൽവാസികളെ കൊണ്ട്, മക്കളെ കൊണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു മാറ്റിത്തരുന്ന അതിമനോഹരമായ ഇജാബത്തിന്റെ രാത്രിയാണ് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന് അൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ രാത്രിയാണ് ലൈലത്തുൽ ഇസ്തിഗ്ഫാർ എന്നുകൂടെ ലൈലത്തുൽ ബറാഅക്ക് പേരുണ്ട്. ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് പാപമോചനം ചെയ്യേണ്ട രാത്രിയാണ്. ഒരുപാട് തെറ്റുകൾ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. നാവ് കൊണ്ട് ചെയ്തത്, കൈ കൊണ്ട് ചെയ്തത്, ഖൽബ് കൊണ്ട് ചെയ്തത്, ഇങ്ങനെ ചെയ്തു പോയ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന രാത്രിയാണ്. അൽ-ഇക്സാറു മിൻ തുലബിൽ മഗ്ഫിറതി മിനല്ലാഹി തആല. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട അതിമനോഹരമായ രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് യാസീൻ സൂറത്ത് ഓതലാണ്. മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് ലൈലത്തുൽ ബറാഅയിൽ പ്രത്യേകം 3 യാസീൻ ഓതുക എന്നത്. നിയ്യാത്ത് ഖിറാഅത്ത് സൂറത്ത് യാസീന 3 മററാത്ത്, 3 തവണ യാസീൻ ഓതുന്ന സമയത്ത് എന്തൊക്കെ നിയ്യത്താണ്, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ ആലോചിക്കേണ്ടത്, എന്ത് ഇന്റൻഷനോടുകൂടെയാണ്, എന്ത് തീരുമാനത്തോടുകൂടെയാണ്, എന്ത് നിയ്യത്തോടുകൂടെയാണ് നമ്മൾ ആ 3 യാസീനുകൾ ഓതേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് അൽ മറത്തുൽ ഉല, ആദ്യത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബിനിയ്യതി ഖൂറിൽ ഉംരി ഫീ ത്വാഅത്തില്ലാഹി വൽ ബറകതി ഫീഹി. ഒന്നാമത്തെ കാര്യം നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയാണ്. വെറുതെ ആയുസ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ?
വെറുതെ ആയുസ്സുണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതം മുഴുവനും തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുനിയാവിന്റെ സുഖലോലുപതയിൽ മയങ്ങി ജീവിക്കുന്ന ആയുസ്സുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ആയുസ് നമുക്കും നാടിനും ദീനിനും കുടുംബത്തിനും എല്ലാവർക്കും ഉപകരിക്കുന്ന ആയുസ്സാവണം. അപ്പൊ ബറക്കത്തുള്ള ആയുസ്സായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് ദീർഘായുസ്സും അതോടൊപ്പം തന്നെ ആ ബറക്കത്തുള്ള ആയുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാസീൻ ഓതേണ്ടത്. രണ്ടാമത്തത് അൽ മർറത്തു സാനിയ, രണ്ടാമത്തെ യാസീന് നമ്മൾ ഓതേണ്ടത് നമുക്ക് ജീവിതത്തിൽ ആയുസ് മാത്രം ഉണ്ടായാൽ പോരല്ലോ, ആപത്തുകളിൽ നിന്ന് നീങ്ങാനും ഭക്ഷണ വിശാലത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വലിയ വർധനവുണ്ടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പടച്ചോനെ നമുക്ക് വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ എന്തൊക്കെ ആപത്തുകളാണ് നമ്മുടെ വിധിയിൽ ഉള്ളത് എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അപകടങ്ങളാവാം, മരണമാവാം, പ്രിയപ്പെട്ടവരുടെ വിയോഗമാവാം, കടത്തിൽ കുടുങ്ങലാവാം, രോഗത്തിൽ പെട്ടുപോകലാവാം, അയൽവാസികളെ കൊണ്ട് മക്കളെ കൊണ്ട് ഇങ്ങനെ കുടുങ്ങലാവാം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിധിയിലുള്ളത്, അതിൽ നിന്ന് മോചനം നൽകാനുള്ളതാണ് രണ്ടാമത്തെ യാസീൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് എന്തിനാണ്? അൽ മർറത്തു സാലിസ, മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് അതിന്റെ നിയ്യത്ത് എന്താണ്? ബിനിയ്യത്തിൽ ഇസ്തിഗ്നാഇ അനിൻ നാസി വഹുസ്നുൽ ഖാതിമ. മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് മനുഷ്യർക്കിടയിൽ മനുഷ്യരെ തൊട്ട് ഹിനയുണ്ടാവാൻ, ഐശ്വര്യമുണ്ടാവാൻ, അതോടൊപ്പം തന്നെ നല്ല മരണം കിട്ടാൻ വേണ്ടിയിട്ടും. എന്തിനാണ് നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ ഇല്ലാതിരിക്കാൻ, അതോടൊപ്പം തന്നെ വഹുസ്നുൽ ഖാതിമ, നല്ല മരണം, റാഹത്തുള്ള മരണം, സുജൂദിലായിരിക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഫർള് നിസ്കാരത്തിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കെ മഹാനായ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കുന്ന ആ മനോഹരമായിട്ടുള്ള മരണത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല ഒരു വെള്ളിയാഴ്ച രാവിലെ സുജൂദിലായിരിക്കെ ഇശാ നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യന്റെ റൂഹങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് നല്ല മരണാണത്. അപ്പൊ അങ്ങനെയുള്ള ഹുസ്നുൽ ഖാത്തിമ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള യാസീനാണ് മൂന്നാമതായി ഓതേണ്ടത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ലൈലത്തുൽ ബറാഅയിൽ പ്രത്യേകമായിട്ടുള്ള ദുആ ചെയ്യാൻ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അത് വളരെ ശ്രദ്ധയോടുകൂടെ അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലുക. എങ്ങനെയാണ് ആ ദുആ ഉള്ളത്? അല്ലാഹുമ്മ യാ ദൽ മന്നി വലാ യമുന്നു അലൈഹി യാ ദൽ ജലാലി വൽ ഇക്റാം يا ذا الطول والإنعام وأثبتني عندك في أم الكتاب سعيدا مرزوقا موفقا للخيرات الله എനിക്ക് നീ നൽകാനിരിക്കുന്ന വിധി എന്തെങ്കിലും ദുഃഖകരമായ വിധിയാണ് വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ നീ നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷത്തിന്റെ വിധി നൽകണേ അല്ലാഹ്. അതോടൊപ്പം തന്നെ എൻ്റെ റിസ്ഖിനെ നീ വിശാലമാക്കണേ അല്ലാഹ്. നന്മകളിലേക്ക് എന്നെ വഴി നടത്തണമേ അല്ലാഹ്. ഇതാണ് പ്രത്യേക പ്രാർത്ഥന. ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ലൈലത്തുൽ ബറാഅയിൽ സുന്നത്താക്കപ്പെട്ട മറ്റ് ദിക്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. സ്വലാത്ത് എല്ലാ സമയത്തും സുന്നത്തായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ലൈലത്തുൽ ബറാഅയിൽ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സുന്നത്തായ സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ സ്വലാത്ത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. മറ്റൊന്ന് തസ്ബീഹാണ്. തസ്ബീഹ് ചൊല്ലേണ്ടത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നമുക്ക് കാണാതെ അറിയുന്ന തസ്ബീഹാണ്. ഈ തസ്ബീഹാണ് ലൈലത്തുൽ ബറാഅയിൽ നാം വർദ്ധിപ്പിക്കേണ്ടത്. മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. നമ്മൾ പറഞ്ഞു ലൈലത്തുൽ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിന്റെ രാവാണ് ലൈലത്തുൽ ബറാഅത്ത്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്?
സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള വചനമുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക. ഇതാണ് പാപമോചനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് ചൊല്ലിയിട്ട് ആ രാത്രി മുഴുവൻ കഴിവിന്റെ പരമാവധി ഉറക്കൊക്കെ കുറച്ചിട്ട് ഈ ദിക്റുകളും തസ്ബീഹുകളും ഇസ്തിഗ്ഫാറും ചൊല്ലണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. തസ്ബീഹ് നിസ്കാരം പോലെയുള്ള, മറ്റു ദാനധർമ്മങ്ങൾ പോലെയുള്ള, കുടുംബബന്ധം ചേർക്കൽ പോലെയുള്ള, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ പോലെയുള്ള സുന്നത്തായ കർമ്മങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട രാവിന്റെ പ്രതിഫലം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. ഒരുപാട് ലൈലത്തുൽ ബറാ അനുഭവിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുന്ന, ദീർഘായുസ് ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലൈലത്തുൽ ബറാഅയുടെ സന്തോഷം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا برحمتك يا أرحم الراحمين.